Hi students, welcome to my online video session about flow control valves. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതുപോലെ കൺട്രോൾ വാൽവുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൈപ്പ് ഓഫ് വാൽവാണ് ഫ്ലോ കൺട്രോൾ വാൽവ്. നിങ്ങൾ എല്ലാവരും എൻ്റെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണണം. ഈ വീഡിയോയിൽ ഞാൻ വിവിധ തരം ഫ്ലോ കൺട്രോൾ വാൽവുകളെ കുറിച്ചും അതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചും വളരെ വിശദമായിട്ട് വീഡിയോ ഉൾപ്പെടെ അനിമേറ്റഡ് വീഡിയോ ഉൾപ്പെടെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ട് ടൈപ്പ് വാൽവുകളെ കുറിച്ചാണ്. അത് ഒന്ന് ഡയറക്ഷൻ കൺട്രോൾ വാൽവും മറ്റേത് പ്രഷർ കൺട്രോൾ വാൽവാണ്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ടൈപ്പ് വാൽവാണ് ഫ്ലോ കൺട്രോൾ വാൽവ്സ്. ഫ്ലോ കൺട്രോൾ വാൽവ്സ് ആർ ടു റെഗുലേറ്റ് ദ റേറ്റ് ഓഫ് ഫ്ലോ. ദ റേറ്റ് ഓഫ് ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോ കൺട്രോൾ വാൽവ് ഉപയോഗിക്കുന്നത്. എന്താണ് റേറ്റ് ഓഫ് ഫ്ലോ? ഒരു പർട്ടിക്കുലർ സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പീരീഡിൽ എത്രമാത്രം ഡിസ്ചാർജ് ഉണ്ടായി എന്ന് പറയുന്നതാണ് നമ്മുടെ റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദീസ് ആർ ടു ബേസിക് ടൈപ്പ് ഓഫ് ഫ്ലോ കൺട്രോൾ വാൽവ്സ്. ഫസ്റ്റ് വൺ നോൺ പ്രഷർ കോമ്പൻസേറ്റഡ്, സെക്കൻഡ് വൺ പ്രഷർ കോമ്പൻസേറ്റഡ്. എന്താണെന്ന് നമുക്ക് നോക്കാം. നോൺ പ്രഷർ കോമ്പൻസേറ്റഡ്, they work on the principle that the flow through an orifice is constant if the pressure drop remains constant. ഒരു ഓറിഫൈസിലൂടെ they work on the principle that flow through an orifice. ഒരു ഓറിഫൈസിലൂടെ എങ്ങനെയാണ് ഒരു ഫ്ലോ ഉണ്ടാകുന്നത് എന്നുള്ള പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഈസ് കോൺസ്റ്റന്റ് പ്രഷർ ഡ്രോപ്പ്, അതായത് പ്രഷർ അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓറിഫൈസ് ഈസ് കോൺസ്റ്റന്റ് ഇഫ് ദ പ്രഷർ ഡ്രോപ്പ് റിമെയിൻസ് കോൺസ്റ്റന്റ്. പ്രഷർ ഡ്രോപ്പ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഉദാഹരണത്തിന് ഗേറ്റ് വാൽവ്, നീഡിൽ വാൽവ്, ഗ്ലോബ് വാൽവ്, ചെക്ക് വാൽവ്, ഡയഫ്രം വാൽവ്, ബട്ടർഫ്ലൈ വാൽവ്. ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് നോൺ പ്രഷർ കോമ്പൻസേറ്റഡ് വാൽവ്സ്. ഗേറ്റ് വാൽവ്, ഗേറ്റ് വാൽവിന് ഈ പടം നിർബന്ധമായിട്ട് നിങ്ങൾ വരയ്ക്കേണ്ടതാണ്. ഈ ഗേറ്റ് വാൽവിൽ നോക്കുക, ഇപ്പോൾ ഫ്ലോ നോർമലി നടക്കുന്നത് എങ്ങനെയാണ്? ഈ ഡയറക്ഷനിലാണ് ഫ്ലോ നോർമലി നടക്കുന്നത്. ഇവിടെ ഈ ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ ഗേറ്റ് ആണ് ഈ ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്നത്. ഗേറ്റ് ആണ് ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്നത് ബൈ യൂസിങ് എ ഹാൻഡിൽ. ഒരു ഹാൻഡിൽ, ഈ ഹാൻഡിൽ സ്ക്രൂവിലാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഹാൻഡിൽ തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ ഗേറ്റ് എന്ത് ചെയ്യും? ക്ലോസിങ്ങും ഓപ്പണിങ്ങും സംഭവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് ഈ ഫ്ലോയെ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് ഗേറ്റ് വാൽവ് വർക്ക് ചെയ്യുന്നത്. They are used to stop or shut off the fluid flow or to open the flow line for a full flow. അല്ലെങ്കിൽ അത് ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക, അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. വാൽവ്സ് ആർ ഓപ്പൺഡ് ബൈ ലിഫ്റ്റിംഗ് എ റൗണ്ട് ഓർ റെക്ടാങ്കുലർ ഗേറ്റ് ഔട്ട് ഓഫ് ദ പാത്ത് ഓഫ് ഫ്ലൂയിഡ്. ഇപ്പോൾ എന്താണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? റെക്ടാങ്കുലർ ഗേറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്ങിന് വേണ്ടിയിട്ട്. ദ കാസ്റ്റ് അയൺ, കാർബൺ സ്റ്റീല്, ഗൺ മെറ്റൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ എക്സെട്ര ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഇൻ വിച്ച് ദ അവൈലബിൾ ഗേറ്റ് വാൽവ്സ് ആർ മെയ്ഡ്. ഗേറ്റ് വാൽവ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഇതെല്ലാമാണ്. നെക്സ്റ്റ് ഗ്ലോബ് വാൽവ്. സിമിലർ ടു ഗേറ്റ് വാൽവ് ആണ്, പക്ഷെ ഇവിടെ ഒരു ഗേറ്റിന് പകരം ഒരു വാൽവ് പ്ലഗ് ആണുള്ളത്. അപ്പോൾ ഈ ചിത്രത്തിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് പ്രഷർ P1, ഇതിലൂടെയാണ് പ്രഷർ P2 ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെയും നേരത്തെ പോലെ തന്നെ
ഈ ഒരു മൂവ്മെൻ്റ് ആണ്, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റ് ആണ്, ഹാൻഡിലിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റ് ആണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ബട്ടർഫ്ലൈ വാൽവ്. ബട്ടർഫ്ലൈ വാൽവ് ഇതേപോലെ തന്നെ ഒരു വാൽവ് തന്നെയാണ്. ഇതിൽ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് തീരുമാനിക്കുന്ന ആരാണ്? ഇതിൽ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് തീരുമാനിക്കുന്ന ഈ ഒരു ബട്ടർഫ്ലൈ വാൽവാണ് ഇതിൻ്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് തീരുമാനിക്കുന്നത്. നോൺ റിട്ടേൺ വാൽവ്. ഈ നോൺ റിട്ടേൺ വാൽവ് വൺ സൈഡ് വാൽവാണ്. ഒരു ഡയറക്ഷൻ, ഒരു സ്ഥലത്തേക്ക് മാത്രമേ ഇതിൻ്റെ ഡയറക്ഷൻ ഉള്ളൂ. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് മാത്രമേ ഡയറക്ഷൻ ഉള്ളൂ. ഇവിടെ ഒരു പ്രഷർ വരുമ്പോൾ എന്ത് ചെയ്യും? ഇങ്ങോട്ട് ഓപ്പൺ ആവുകയും ഫ്ലൂയിഡ് ഇതിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യും. അതേസമയം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡയറക്ഷനിൽ ഫ്ലോ ഉണ്ടാവില്ല. ഇവിടെ വരുന്ന സമയത്ത് ഇത് ക്ലോസ് ആവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങോട്ട് എന്തില്ല? ഡയറക്ഷൻ ഇല്ല. ആണ് നോൺ റിട്ടേൺ വാൽവ്. Non-return valve is also called check valve or a foot valve. The non-return valve is a mechanical device, a valve that normally allows fluid flow through it in only one direction. ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ ഇതിൻ്റെ ഫ്ലൂയിഡ് ഫ്ലോ സാധ്യമാവുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു വാൽവാണ് ചെക്ക് വാൽവ് എന്ന് പറയുന്നത്. ദ സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് ഡയറക്ഷൻ കൺട്രോൾ വാൽവ് ഈസ് ചെക്ക് വാൽവ്. ചെക്ക് വാൽവ് ഒരു ഡയറക്ഷൻ കൺട്രോൾ വാൽവാണ്. അതേസമയം അതിനെ ഫ്ലോ കൺട്രോൾ വാൽവായിട്ട് നമുക്ക് ഉപയോഗിക്കാം. വിച്ച് ഈസ് ടു വേ വാൽവ് ബിക്കോസ് ഇറ്റ്സ് കണ്ടെയ്ൻ ടു പോർട്സ്. The purpose of check valve is to permit free flow in one direction and prevent flow in opposite direction. ഇതിന് ഒരു ഡയറക്ഷനിലേക്ക് ഫ്ലോ പെർമിറ്റ് ചെയ്യും, മറ്റു ഡയറക്ഷനിലേക്ക് ഫ്ലോ റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യും. ചെക്ക് വാൽവ് ഈസ് ഓൺലി അലോ ഫ്ലോ ഇൻ വൺ ഡയറക്ഷൻ. ഇറ്റ് ഈസ് ബെറ്റർ ടു സ്യൂട്ടഡ് ഇൻ ടു ദ ഹയർ പ്രഷർ ഹൈഡ്രോളിക് സിസ്റ്റം. അതൊരു ഹയർ പ്രഷർ ഹൈഡ്രോളിക് സിസ്റ്റത്തിലാണ് പ്രത്യേകിച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. The figure shows ball and seat arrangement valve and a right angle construction valve. ഇതൊരു സിമ്പിൾ ചെക്ക് വാൽവിന്റെ പടമാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. ഒരു സിമ്പിൾ ചെക്ക് വാൽവിൽ നോക്കി, ഇവിടെ ഒരു പ്രഷർ വന്നിട്ടുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യും? ബോളിനെ പ്രഷറൈസ് ചെയ്യും. ബോളിനെ പ്രഷറൈസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് സ്പ്രിങ് കംപ്രസ്ഡ് ആവും. സോ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഫ്ലൂയിഡ് എന്ത് ചെയ്യും? ഇതിലൂടെ പുറത്തേക്ക് പോകും. അതേസമയം തിരിച്ച് ഈ സൈഡിലൂടെ ഒരു ഫ്ലോ ഒരു കാരണവശാലും സാധ്യമല്ല. കാരണം എന്താ? ഇവിടെ ഈ ബോൾ എടുക്കുന്ന കാരണം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ സ്പ്രിങ് കംപ്രസ്ഡ് ആവുക എന്നുള്ളതല്ലാതെ ഈ ബോള് ഇവിടെ ഈ ഒരു ഏരിയയിൽ ക്ലോസ് ആവുകയും ഇതിലൂടെ ഫ്ലോ നടക്കാതെ വരികയും ചെയ്യും. ഇനി അടുത്തതായിട്ട് കാണിച്ചിട്ടുള്ള റൈറ്റ് ആംഗിൾ ചെക്ക് വാൽവാണ്. ഇതും അതേപോലെ തന്നെ ഈ ഫ്രീ ഫ്ലോ ഇതിലൂടെ മാത്രമേ ഫ്ലോ നടക്കുള്ളൂ. ഇവിടെ ഒരു പ്രഷർ വരികയും ഈ മൂവബിൾ പപ്പറ്റ് എന്ന് പറയുന്ന സാധനത്തിനെ സ്പ്രിംഗ് ലോഡറിന് മുകളിലേക്ക് തള്ളുകയും ഫ്ലോ ഇതിലൂടെ സാധ്യമാവുകയും ചെയ്യും. അതേസമയം തിരിച്ച് ഇതിലൂടെ ഒരു ഫ്ലോ വരുന്ന സമയത്ത് ഇങ്ങോട്ട് കയറുകയും ഇവിടെ പ്രഷർ വന്നിട്ട് ഈ സ്പ്രിങ്ങിനെ താഴേക്ക് പ്രഷറൈസ് ചെയ്യുകയും അങ്ങനെ ഈ ഒരു ഏരിയ അടയാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇതിലൂടെ ഒരു ഫ്ലോ ഉണ്ടാവുകയും ഇതിൽ ഈ വഴിയുള്ള ഫ്ലോ ക്ലോസ് ചെയ്യുകയും ചെയ്യാണ് ചെയ്യുന്നത്. എ ലൈറ്റ് സ്പ്രിംഗ് ഹോൾഡ്സ് ദ പോപ്പറ്റ് ഇൻ ദ ക്ലോസ്ഡ് പൊസിഷൻ ഇൻ ഫ്രീ ഫ്ലോ ഡയറക്ഷൻ. ദ ഫ്ലൂയിഡ് ഓവർകംസ് the spring force and allows the flow through the valve. If the attempt in the opposite direction, the fluid pressure pushes the poppet in closed position. Thus, no flow is permitted. എന്താ പറയുന്നത്? A light spring hold the poppet closed position. ആ സ്പ്രിംഗ് പ്രഷർ കൊണ്ട് എന്ത് ചെയ്യണം? ആ പൊപ്പറ്റ് ക്ലോസ്ഡ് പൊസിഷനിൽ നിൽക്കുകയാണ്, ഫ്രീ ഫ്ലോ ഡയറക്ഷനിൽ. The fluid overcomes the spring force. എപ്പോഴാണോ ഒരു ഹൈ പ്രഷർ വരുന്നത്, അപ്പോൾ ആ പ്രഷർ വരുന്ന സമയത്ത് എന്താവും? ഫ്ലൂയിഡ് പ്രഷർ കൂടും. അപ്പോൾ ആ പ്രഷർ കൂടുമ്പോൾ സ്പ്രിങ്ങിനേക്കാൾ കൂടുതൽ പ്രഷർ ആവും.
അപ്പോൾ സ്പ്രിങ് എന്താവും, കംപ്രസ്ഡ് ആവും. അതിലൂടെ എന്ത് ചെയ്യും, ആൻഡ് അലൗസ് ദ ഫ്ലോ ത്രൂ ദ വാൽവ്സ്. അങ്ങനെ വാൽവ് ഫ്ലോ അലൗ ചെയ്യും. ഇഫ് ദ അറ്റംപ്റ്റ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഇനി അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, ദ ഫ്ലൂയിഡ് പ്രഷർ പുഷസ് ദ പോപ്പറ്റ് ഇൻ ക്ലോസ്ഡ് പൊസിഷൻ. അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഫ്ലോ അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും എന്താ സംഭവിക്കുക, പോപ്പറ്റ് താഴേക്കാണ് വരിക. ദ പ്രഷർ പുഷസ് ദ പോപ്പറ്റ് ഇൻ ക്ലോസ്ഡ് ഡയറക്ഷൻ. പ്രഷർ കാരണം പോപ്പറ്റ് എന്ത് ചെയ്യും, താഴേക്ക് തന്നെ വരും. ദസ് ദ ഫ്ലോ ഈസ് നോട്ട് പെർമിറ്റ്. ദസ് നോ ഫ്ലോ ഈസ് പെർമിറ്റ്. അതുകൊണ്ട് അങ്ങനെ ഫ്ലോ സംഭവിക്കില്ല. നെക്സ്റ്റ് വാൽവ് എന്ന് പറയുന്നത് സോളിനോയിഡ് കൺട്രോൾ വാൽവാണ്. സോളിനോയിഡ് കൺട്രോൾ വാൽവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് നോക്കാം. അതിലെ ഭാഗങ്ങൾ നോക്കുന്നതിന്, സോളിനോയിഡ് ഇസ് എ കോയിൽ വിത്ത് എ അയൺ പ്ലഞ്ചർ ഇൻസൈഡ് ഇറ്റ്. When a current flows through the coil, the plunger becomes magnetized and tries to move up of the coil. അപ്പോൾ ഈ സോളിനോയിഡ് വാൽവ് എന്ന് പറയുന്നത് ഒരു സെമി ഇലക്ട്രിക്കൽ ടൈപ്പ് കൂടിയാണ്. അപ്പോൾ ഇത് പ്ലഞ്ചർ, ഇതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്ന് നോക്കാം. പ്ലഞ്ചർ കാണാം നിങ്ങൾക്ക്. പ്ലഞ്ചർ ഇതാണ് പ്ലഞ്ചർ. Then this is solenoid, this is body, outlet, inlet, ഇവിടെയാണ് സപ്ലൈ കൊടുക്കുന്നത്, കവർ. നമുക്കറിയാം സോളിനോയിഡ് വാൽവിന്റെ പ്രത്യേകത എന്താണ്. സോളിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു സപ്ലൈ കൊടുത്താൽ അത് എന്ത് ചെയ്യും, മാഗ്നറ്റൈസ് ആവും. സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കും. അപ്പോൾ ഈ സോളിനോയിഡിലേക്ക് നമ്മൾ ഒരു സപ്ലൈ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, മാഗ്നറ്റായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഈ പ്ലഞ്ചർ എന്ന് പറയുന്നത് എന്താണ്, അയൺ ആണ്. അപ്പോൾ ഈ പ്ലഞ്ചർ മൂവ് ചെയ്യുന്ന സമയത്ത് ആണ് എന്ത് സംഭവിക്കുന്നത്, വാൽവ് ഓപ്പണും ക്ലോസ് ആകുന്നത്. അപ്പോൾ ഈ പ്ലഞ്ചർ മൂവ് ചെയ്യുന്ന എപ്പോഴാണ്, അയണിനെ അട്രാക്ട് ചെയ്യും, മാഗ്നറ്റ് അയണിനെ അട്രാക്ട് ചെയ്യും. അപ്പോൾ പ്ലഞ്ചർ മുകളിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ എപ്പോഴാണോ പ്ലഞ്ചർ മൂവ് ചെയ്യേണ്ട അപ്പോൾ അത് സോളിനോയിഡ് ആക്റ്റീവ് ആവും, കറണ്ട് കൊടുക്കും, കറണ്ട് അതിലേക്ക് വരും. അങ്ങനെ സോളിനോയിഡ് എന്താവും, മാഗ്നറ്റ് ആവും. ഓക്കെ. അപ്പോൾ ഇൻലെറ്റ് എപ്പോഴാണോ സാധ്യമാവേണ്ടത്, അപ്പോൾ ഇവിടെ നടക്കണ സമയത്ത് എന്ത് ചെയ്യും, സപ്ലൈ കൊടുക്കും. സപ്ലൈ വരുന്ന സമയത്ത് സോളിനോയിഡ് ആക്റ്റീവ് ആവും. അപ്പോൾ എന്ത് ചെയ്യും, പ്ലഞ്ചർ മുകളിലേക്ക് മൂവ് ചെയ്യും. മുകളിലേക്ക് മൂവ് ചെയ്താൽ ഫ്ലോ കറക്റ്റായിട്ട് നടക്കും. ഓക്കെ. അതല്ല, സോളിനോയിഡ് ആക്റ്റീവ് അല്ലെങ്കിൽ പ്ലഞ്ചർ താഴെ തന്നെ ഇരിക്കും. ഇങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് വരുന്നത്. ദിസ് മൂവ്മെന്റ് ഓഫ് പ്ലഞ്ചർ മൂവ്സ് ദി സ്പൂൾ ഓഫ് ദി വാൽവ്. ദ ഡിസ്റ്റൻസ് മൂവ്ഡ് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് ഓഫ് ഫ്ലോ. എത്ര ഡിസ്റ്റൻസ് പ്ലഞ്ചർ മൂവ് ചെയ്യണം എന്നുള്ളത് കറണ്ട് എത്ര വന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. വെൻ ദ സോളിനോയിഡ് ഈസ് എനർജൈസ്ഡ് ബൈ ഗിവിംഗ് സപ്ലൈ ഓഫ് കറണ്ട്, ദ പ്ലഞ്ചർ പുൾഡ് അപ്പ്. സോളിനോയിഡ് വാൽവിലേക്ക് ഒരു കറണ്ട് വരികയും ആ കറണ്ട് കാരണം അത് മാഗ്നറ്റൈസ് ആവുകയും ആ മാഗ്നറ്റൈസ് ആവുന്ന കാരണം പ്ലഞ്ചറിനെ മുകളിലേക്ക് പിടിച്ചു വലിക്കുകയും ചെയ്യും. ദിസ് ലിഫ്റ്റ് ദ വാൽവ് ഫ്രം ഇറ്റ്സ് സീറ്റ്സ് ആൻഡ് അലോ ദി ഓയിൽ ടു ഫ്ലോ. അങ്ങനെ അതെന്ത് ചെയ്യും, വാൽവ് അതിന്റെ സീറ്റിൽ നിന്നും ഉയരുകയും ഫ്ലോ അലോ ചെയ്യുകയും ചെയ്യും. വെൻ ദ കോയിൽ ഈസ് ഡി എനർജൈസ്ഡ് by switching off the power supply, the plunger comes down due to its own weight or spring action. രണ്ടാമത് എന്ത് ചെയ്യണം, ഫ്ലോ കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡി എനർജൈസ് ചെയ്യുക അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യുക. സ്വിച്ച് ഓഫ് ചെയ്താൽ അതെന്തായി, പച്ചിരുമ്പായി, സോളിനോയിഡായി മാറി. അപ്പോൾ സോളിനോയിഡായി മാറുമ്പോൾ അതെന്തായി, പ്ലഞ്ചറുമായിട്ടുള്ള ബന്ധം വിട്ടു, പ്ലഞ്ചർ താഴേക്ക് തന്നെ പോരും. അപ്പോൾ എന്തായി, വാൽവ് ക്ലോസ് ആയി. ഇങ്ങനെ നമുക്ക് ഒരു കറണ്ട് ഉപയോഗിച്ച്, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് വാൽവ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ. വാൽവുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന, ഫ്ലോ കൺട്രോൾ വാൽവുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഈ ഒരു വീഡിയോ ശ്രദ്ധാം കാണുക. ആദ്യമായി ബോൾ വാൽവ്. ഈ ബോൾ വാൽവ് ഒരു ഫ്ലോ കൺട്രോൾ വാൽവാണ്. അതിലൊരു ബോളാണ് നമ്മളെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഒബ്സ്ട്രക്ഷൻ ഒന്നുമില്ല, നോ ഒബ്സ്ട്രക്ഷൻ. ഫ്ലോ വരുന്നു, ആ ബോൾ ആണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു കൺട്രോളിങ് എലമെന്റ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത്.
ദെൻ ടൈറ്റ് സീല്, ഈ രണ്ട് ഫ്ലോ ലീക്ക് ഉണ്ടാവാതെ ആ ബോള് ടൈറ്റ് സീൽ ഉണ്ടാകുന്നു. അത് ഡ്യൂറേബിൾ ആണ്, വിശ്വസിക്കാൻ പാകത്തിനുള്ളതാണ്, അതേപോലെ തന്നെ റിലയബിൾ ആണ്. അത് നമുക്ക് ഈട് നിൽക്കുന്നതോടൊപ്പം തന്നെ വിശ്വസനീയവുമാണ്. ഡ്യൂറേബിൾ ഈട് നിൽക്കുന്നതാണ്. നമുക്ക് ഒരുപാട് കാലം ഈ ബോള് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു തരത്തിൽ വർക്ക് ചെയ്യുന്ന വാൽവുകളാണ് ബോൾ വാൽവ്. ഷട്ട് ഓഫ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ക്വാർട്ടർ ടേൺ പെർ 90 ഡിഗ്രി ഓപ്പൺ ആൻഡ് ക്ലോസ് ഡിസൈൻ ആണ്. ഇപ്പോൾ വാൽവിൽ നോബിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് കൺട്രോൾ ചെയ്യുന്നത്. ഡിഫിക്കൽട്ട് ഫൈൻ ഫ്ലോ കൺട്രോൾ, വളരെ ഫൈൻ ആയിട്ടുള്ള കൺട്രോളിൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. അടുത്തത് ഗേറ്റ് വാൽവ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഗേറ്റ് ആണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്, ബോളിനെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ ഈ വീല് തിരിക്കുന്ന സമയത്ത് ആ ഗേറ്റ് മുകളിലേക്കും താഴേക്കും വരികയും ഫ്ലോയെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ നോ ഒബ്സ്ട്രക്ഷൻ നോട്ട് റെക്കമെൻഡഡ് ഫോർ ഫ്ലോ കൺട്രോൾസ്. ഫ്ലോ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്, എന്നാൽ കൂടി ഒരു ഫ്ലോ കൺട്രോൾ വാൽവായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സീൽ ഇറോഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ ലീക്കിന് ചാൻസ്, പ്രോൺ ടു ലീക്ക് ചാൻസ് കൂടുതലാണ്. ഇത്തരം കാര്യങ്ങളാണ് ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ഗേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ആ ഗേറ്റ് ഓപ്പണും ക്ലോസും ആവുന്നതിനനുസരിച്ചിട്ടാണ് അതിന്റെ വർക്കിംഗ് നടക്കുന്നത്. അടുത്തത് ഗ്ലോബ് വാൽവാണ്. നമ്മളിതൊക്കെ വാൽവുകളെ കുറിച്ച് ഡിസൈൻ ചെയ്തിരുന്നു, ഡിസ്കസ് ചെയ്തതാണ്. ഗ്ലോബ് വാൽവില് ഒരു ഗ്ലോബാണ് എന്ത് ചെയ്യുന്നത്, ഒരു മൂവ് ചെയ്യുന്നത്. നേരത്തെ ഗേറ്റ് ആയിരുന്നാലും ഇവിടെ ഒരു ഗ്ലോബാണ്. അത് ഈസി ആൻഡ് പ്രിസൈസ് ഫ്ലോ കൺട്രോൾ, അതാണ് ഗ്ലോബ് വാൽവിന്റെ പ്രത്യേകത. ഈസി ആൻഡ് പ്രിസൈസ്, ആ സീറ്റിൽ കറക്റ്റായിട്ട് ഫിറ്റാണത്. ഓക്കെ, അത് ഫ്ലോ നമുക്ക് ഏത് ഡയറക്ഷനിലുള്ള ഫ്ലോയും നടക്കും. എക്സലന്റ് ഷട്ട് ഓഫ് വാൽവാണ്. ഇത് ഷട്ട് ഓഫിന് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് കൃത്യമായിട്ട് ലീക്കുകളില്ലാതെ വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ ഷട്ട് ഓഫിന് വേണ്ടിയിട്ട് ഈ വാൽവ് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അടുത്തത് സോളിനോയിഡൽ വാൽവാണ്. സോളിനോയിഡൽ വാൽവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പച്ചിരുമ്പ് സോളിനോയിഡൽ മാഗ്നറ്റിക് ആയിട്ട് മാറുക. എങ്ങനെയാണ് അത് മാറുന്നത്? അതിലേക്ക് കറണ്ട് കൊടുക്കുന്ന സമയത്ത് അത് മാഗ്നറ്റിക് ആയിട്ട് മാറുകയും ആ മാഗ്നറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ പിസ്റ്റൺ അല്ലെങ്കിൽ പ്ലഞ്ചറിനെ അത് മുകളിലേക്ക് വലിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വലിക്കുന്ന സമയത്ത് ഇവിടെ വാൽവ് ഓപ്പൺ ആവുകയും അതിന്റെ സോളിനോയിഡ് പ്രോപ്പർട്ടി നഷ്ടപ്പെടുമ്പോൾ അത് തിരിച്ച് പ്ലഞ്ചർ താഴേക്ക് വരികയും ചെയ്യുന്നു. അടുത്തത് ബട്ടർഫ്ലൈ വാൽവ്. ബട്ടർഫ്ലൈ വാൽവ് ഒരു നോൺ റിട്ടേൺ വാൽവാണ്. നോൺ റിട്ടേൺ വാൽവ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഒരു സ്ഥലത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു സ്ഥലത്തേക്ക് മാത്രമേ ഫ്ലോ പെർമിറ്റ് ചെയ്യുള്ളൂ. അത് ഒരു ബട്ടർഫ്ലൈ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റിയ ഒരു ഇത് ഉപയോഗിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഫ്ലോ കൺട്രോൾ ആണ്. ക്വാർട്ടർ ടേണേ ഉള്ളൂ, കാൽ ഭാഗം മാത്രമേ ടേൺ ചെയ്യുള്ളൂ. ആ ടേണിങ്ങിലാണ് ഫ്ലോ നടക്കുന്നത്. പുവർ ഷട്ട് ഓഫ് സീലാണ്. ഷട്ട് ഓഫിന് വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റായിട്ടൊന്നും പറ്റില്ല. ദെൻ നെക്സ്റ്റ് ചെക്ക് വാൽവ്. ചെക്ക് വാൽവ് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വൺ ഡയറക്ഷണൽ വാൽവാണ്. ഡയറക്ഷൻ ഒരു സ്ഥലത്തേക്ക് മാത്രമേ പറ്റുള്ളൂ. അതായത് മറ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഡയറക്ഷൻ പറ്റില്ല. ആ രീതിയിലാണ് അതിനുള്ളത്. അതായത് വരുന്ന നേരെ അങ്ങ് പോകാന്നല്ലാതെ നമ്മൾ ഫൂട്ട് വാൽവ് ഒക്കെ അതിനൊരു എക്സാമ്പിളാണ്. നമ്മൾ മോട്ടർ കിണറുകളിലൊക്കെ ഉള്ള ഫൂട്ട് വാൽവ് ഉണ്ടല്ലോ, അതിൽ വെള്ളം അകത്തേക്ക് കയറുകയുള്ളൂ, അതിൽ കയറിയ വെള്ളത്തിന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അത്തരം വാൽവുകളാണ് ചെക്ക് വാൽവുകൾ അല്ലെങ്കിൽ നോൺ റിട്ടേൺ വാൽവുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അത് പ്രഷർ റിലീഫ് വാൽവും കൂടിയാണ്. ഒരു സ്ഥലത്ത് പ്രഷർ, ഇത് തന്നെയാണ് പ്രഷർ റിലീഫ് വാൽവുകൾ. ഓപ്പൺ അറ്റ് സ്പെസിഫൈഡ് പ്രഷർ ഒരു സ്പെസിഫൈഡ് പ്രഷറിനേക്കാൾ അധികമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ വാൽവ് ഓപ്പൺ ആവുകയും ആ പ്രഷർ അതിലൂടെ റിലീസ് ആവുകയും ചെയ്യും. തിരിച്ച് ഇങ്ങോട്ട് വരാനുള്ള സംവിധാനമില്ല. സെൽഫ് ക്ലോസിങ്. അത് സെൽഫ് ക്ലോസിങ്, ആ പ്രഷർ റിലീസ് കഴിഞ്ഞാൽ അത് സെൽഫായിട്ട് ക്ലോസ് ചെയ്യുകയും ചെയ്യും. ഇത്തരത്തിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക്
ഓപ്പൺ അറ്റ് സ്പെസിഫൈഡ് പ്രഷർ കൂടി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഓപ്പൺ ആവുകയും ആ പ്രഷർ റിലീസായി കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ച് ക്ലോസ് ആവുകയും ചെയ്യും. നമുക്കിത് ഓരോരോ വാൽവുകൾ ഐഡന്റിഫൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ ഓരോ വാൽവുകളും കൃത്യമായിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം.